ദൈവമേ, ഈ കമ്മിറ്റിക്കാരെ എന്നെ കൊല്ലുമല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? സാറേ, നമുക്ക് നാട്ടുകാരെ കൂട്ടി ഒരു പുതിയ തട്ടിക്കൂട്ടി എടുക്കാം. എന്നാ വിളിക്കാൻ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു അഭിനയിക്കാൻ സാറാ. എന്തുവാണേ കച്ചത്തിൽ? എന്തുവാണേ ഇത്? കക്ഷത്തിൽ രോമം. തീർച്ചയായിട്ടവരെ നാട്ടിലെ കച്ചത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചത്. കക്ഷത്തിൽ പത്രം, ന്യൂസ് പേപ്പർ. നാളത്തെ അഭിനയിക്കാൻ തന്നെയാ വന്നത്. നാടനാവലി തന്നെ ബന്ധുത്ത്. എന്താ തന്റെ പേര്? ധൃതിക് റേഷൻ. കഷ്ടം തന്നെടാ, ഒരു സ്വന്തം പേര് പോലും പറയാൻ പറഞ്ഞിടാത്ത നീയൊക്കെ പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? ഋതിക് റോഷൻ നമ്മുടെ സിനിമാ നടൻ. ഞാൻ ധൃതിക് റേഷൻ. എന്റെ അമ്മ റേഷൻ കടയിലോട്ട് പോകുമ്പോൾ എന്റെ അപ്പൻ അതിട്ട് കണ്ടത്. അതെന്റെ പേര്. പോട്ടെ. നിനക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വല്ലോ അറിയാമോ? അയ്യേ, ഞാനോ ടൈപ്പല്ല. ഏതോ തനിക്ക് വല്ല കലാപരമായിട്ട് വല്ല കഴിവുണ്ടോന്നാ ചോദിച്ചത്. എന്റെ വീട്ടിലത്തെ കലാകാരാണ്, കലാപകാരികളാണ്. പക്ഷേ ഞാൻ എല്ലാ തമിഴ് മലയാള സിനിമകളോ തമിഴോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണോ? എന്നാ കേൾക്കട്ടെ. ഞാൻ അഴകിയ രാജപ്പനിലെ വെളില ചന്ദ്രകിണം. അഴകിയ രാജപ്പൻ അല്ലടാ, അഴകിയ രാഘവൻ. എന്തെങ്കിലും ആവട്ടെ, അഴകിയതുണ്ടല്ലോ. പഴയതാണല്ലോ. കേക്കട്ടെ. വെണ്ണിലാസം തന്നെ കിണ്ട്രം പുന്നപ്ര കൈലൽ വീണ്ട്രൈൻ. വീണ്ട്രൈൻ അത് തമിഴിൽ വീണ്ട്രൻ, മലയാളത്തിൽ വീണൻ, തെലുങ്കിൽ വീണ്ടലു. ഇറങ്ങി പോവായി പോണോ പട്ടി. എടാ പുഷ്കര, ഇതിനൊക്കെയുള്ള ഉദ്യോഗസ്ഥരല്ല, സോറി, ഇതിനൊക്കെയുള്ള ആൾക്കാരല്ല വേറെ ആൾക്കാരൊന്നും കിട്ടിയില്ലടാ. സമാധാനമായി. ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ജെന്റിൽമാനെ കണ്ടു. മരിച്ചാലും വേണ്ടില്ല. ഇതെന്ത് വേഷമാടാ? എടാ പറയുമ്പോ മര്യാദക്ക് പറയണ്ടേ? എച്ചിക്കുട്ടി. തെറ്റാണ് പറഞ്ഞത്. നീ തെറ്റാണ് പറയുന്നത്. ആട്ടെ, നിനക്ക് വല്ല കലാപരമായ എന്തെങ്കിലും കഴിവ് അങ്ങനെ ഉണ്ടോ? ഇല്ലേ? എന്നാ വിട്ടോ ഏരിയ വിട്ടോ. നാടകം എന്തെന്നറിയാത്ത, നാടകം എന്തെന്ന് കണ്ടിട്ടില്ലാത്ത ഇന്നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ പങ്കെടുപ്പിച്ചാണ് ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കുന്നത്. നാടകരചനയും സംവിധാനവും ചൂണ്ടച്ചേരി ചാണ്ടി. നാടകം ആരംഭിക്കുന്നു. മുതലാളി നീ വാ. ഇങ്ങോട്ട് വാടാ. നീ വാ. ഇവിടെ വരാൻ. ഇവിടെ അല്ല, അങ്ങോട്ട് പോയി. ഇവിടെ വരാൻ. ദൈവമേ, ഈമാനെ കൊണ്ടൊക്കെ തോറ്റല്ല. ചിരിക്കുന്നു. അയ്യോ, ഈ പഴം പുഴുങ്ങി ചിരിച്ചിരിക്കാനല്ലടാ പറഞ്ഞത്. പിന്നെ അടിപൊളി. ഉലാത്തുന്നു. അതെന്ത് ഉലാത്താൻ? എന്താണ് നടക്കാൻ? എങ്കിൽ പിന്നെ അത് പറഞ്ഞ പോലെ കുലാത്ത് പറയണോ? സ്റ്റില് എന്റെ ഈ പുള്ളിയുടെ ഓർമ്മ. എന്റെ ദൈവമേടാ, ഫോട്ടോ എടുക്കുന്ന കാര്യമല്ല, നിക്കായി. മകള് കടന്നു വരുന്നു. മകള് തട്ട്. ഞാനാണ്. ഡയലോഗ് രക്ഷിക്കുന്ന മുതലാളി രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം. എടി പെണ്ണുമ്പോളെ 3 വട്ടം പറയാനാ പറഞ്ഞത്. 3 വട്ടം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുഞ്ഞം. രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുഞ്ഞം. പുച്ചോ? ആന്താ ഇങ്ങനെ പുഞ്ഞം. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എന്നോട് ചോദിക്കും, അവന്റെ അച്ഛൻ ആരാണ്? അപ്പോൾ ഞാൻ പറയും, ഈ നിൽക്കുന്ന മുതലാളിയാണ്. അപ്പോൾ ഞാൻ പറയും, ഈ നിൽക്കുന്ന രാജു. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് എടാ, ഒരു ആവേശത്തോടെയൊക്കെ ഒന്ന് പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. പയ്യെ പറഞ്ഞാ മതി. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് മാന്യന്മാരെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. മാന്യന്മാരെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. മാന്യന്മാരെ ആ പറഞ്ഞ പോലെ ആക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫാഷനല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചൂട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ തലയിൽ മുല്ലപ്പൂവും വെച്ചെന്നെ കാണാൻ ഓടിവന്നെന്റെ അരികിലേക്ക് ഓടിയണഞ്ഞ് എന്റെ മന്ദസ്മിതമേ, നിന്നെ കോരിയെടുക്കാൻ എന്റെ മുഖം കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? മുതലാളി
ആടാ അച്ഛൻ പാടാ അച്ഛൻ. ഞാനോ? എടാ നീയല്ല എല്ലാം നീ തന്നെ. അച്ഛൻ പാടാ. ആ മുതലാളി വിളിയടാ മുതലാളി. ഓ മീൻകാരന്മാരെയൊക്കെ ആണല്ലോ ദൈവമേ ഞാൻ നിർത്തിയിരിക്കുന്നത്. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഓ എടാ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഓ ആൽഫ്രഡ്. മാറ്റാൻ പറ്റൂ? എടാ ഗോപി. ഓ ഗോപി. ഓ ഗോപിയല്ല, പി കെ ഗോപി. ഓ പി കെ ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന് എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാള് പറ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അട്ടള പൊട്ടള കുട്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് വഹിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടുന്നു. ചാടി വീഴാൻ. ചാടുന്നു വീഴുന്നു. എന്റെ ദൈവമേ, എടാ മുതലാളിയുടെ ഭാഗത്തൊക്കെ വീഴാൻ. ചാടുന്നു വീഴുന്നു. ഓ കറക്റ്റ്. കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മേ, എന്റെ ദൈവമേ, നിന്റെ അല്ല മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ. അയ്യോ. ആ മുതലാളി തോക്ക്. തോക്കാനാ? ഞാൻ തോക്കൂല. ആദ്യം തോക്ക. എടാ തോക്കല്ല, തോക്കെടുക്കാൻ. തോക്കാം? അയ്യോ ഞാൻ എടുത്തിട്ടില്ല. എന്റെ ദൈവമേ, യുവമാരി നാടകം പൊളിക്കുമല്ല. പേടിക്കണ്ട, ഞാൻ കൊണ്ടുതരാം. എടാ ആൾക്കാർ കാണാൻ ഞാൻ കൊണ്ടുതരാന്ന്. ആൾക്കാർ കാണാൻ ഞാൻ കൊണ്ടുതരാന്ന്. എല്ലാരും കണ്ടോ? ആ വെടിയേക്കട. അയ്യോ എന്നെ അല്ലടാ. മുതലാളി വീഴടാ. എന്റെ ദൈവമേ, എടാ നീ വെടിവെച്ചിട്ട് നീ എന്നെ വീഴുന്നടാ. എടാ അവൻ വീഴടാ, അച്ഛൻ വീഴടാ. ചിരിക്കുന്നു. എന്റെ ദൈവമേ, ചത്തവനെ നീയാണോ ചിരിക്കുന്നത്? മുതലാളി ചിരിക്കുന്നു. മകൻ വേടാ മകൻ. ഞാനാണോ? എല്ലാം നീ എന്നെ മകൻ വേടാ മകൻ. ഡയലോഗ്. മുതലാളി, 6 മാസം മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛനെ വെടിവെച്ചിട്ട ദുഷ്ട, നീ നശിച്ചു പോകും. അച്ഛൻ എവിടെ? ഉറുമ്പേടിയായിരുന്നു മാറിക്കിടന്നതാ പോലെ. ഉറുമ്പേടിയേറ്റ് ഇവിടെ നിന്ന് അവിടെ മാറിക്കിടന്ന എന്റെ അച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. പെങ്ങളെ രാജമ്മേ, എന്നെ പ്രാകണണ്ട. പറയൂ രാജമ്മേ, എന്താണ് സംഭവിച്ചത്? ഒരു തനത്ത മരവിച്ച രാത്രിയിൽ എന്നെ മുതലാളി വീട്ടിലേക്ക് വിളിച്ചു. പിന്നെ അവിടെ ഫാഷൻ TV കാണിക്കാൻ എന്നെ നിർബന്ധിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. മകൻ ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടെ തെറ്റ് ചെയ്തത് ഈ മുതലാളിയല്ല, എന്റെ പെങ്ങളുമല്ല, ആ ചാനലുകാരാണ്. ഒരു കൊച്ചുപാട്ട് പാടിക്കൊണ്ട് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്.